അപ്പോൾ എല്ലാവരുടെ Good morning. മാജിക് മോർണിംഗ് ടു ഓൾ. സോ നമുക്ക് സെഷനിലേക്ക് പോവാം അല്ലേ ഡയറക്റ്റ്. അപ്പോൾ എല്ലാവരും നമ്മുടെ സെഷൻ്റെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ സെഷൻ എടുക്കുന്നത് നമ്മുടെ സ്വന്തം ബി മാച്ച് മെമ്പറും നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ മെമ്പറും കൂടി ആയിട്ടുള്ള നമ്മുടെ ദിവ്യ മാമാണ്. മാമിൻ്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞത് എൻജോയ് യുവർ ഇമോഷൻസ് എന്നാണ്. സോ നല്ലൊരു ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ ദിവ്യ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ദിവ്യ മാം, പ്ലീസ് വെൽക്കം മാം. Thank you, ma'am. Thank you so much. Good morning, everyone. നല്ലൊരു മനോഹരമായൊരു പ്രഭാതത്തിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഇന്നത്തെ ക്ലാസ് നമ്മുടെ ആരംഭിക്കുന്നത്. എന്താ പറയാ, ബി മാജിക്കിലുള്ള എല്ലാ അംഗങ്ങൾക്കും എന്താ പറയാ സന്തോഷം. നമുക്ക് ഇങ്ങനൊരു ക്ലാസ് എടുക്കാനുള്ള അവസരം തന്ന സ്പെഷ്യലി റസക് സാറിന്, അദ്ദേഹമാണ് നിർദ്ദേശിച്ചത് നമുക്ക് ക്ലാസ് എടുക്കണം എന്ന് നിർദ്ദേശിച്ചത്. എല്ലാവർക്കും എന്താ പറയാ, ബി മാജിക്കിലെ സെഫ് സാറിനും അജിഷ മാമിനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ ആരംഭിക്കുന്നത്. ഓക്കെ, എൻജോയ് യുവർ ഇമോഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട് അല്ലെ? എന്തൊക്കെ തരത്തിലുള്ള ഇമോഷൻസ് ആണ് നമുക്കുള്ളത്? എന്തൊക്കെ തരത്തിലുള്ള ഇമോഷൻസ് ആണ് നമുക്കുള്ളത്? ആരെങ്കിലും ഒന്ന് പറയൂ. ചിരിക്കാൻ പറ്റും, കരയാൻ പറ്റും, ദേഷ്യം പിടിക്കാം, അതെ അതെ, സന്തോഷിക്കാം. താങ്ക് യു സിന്ധു. സന്തോഷം, സങ്കടം, സ്നേഹം, ഇഷ്ടം, പ്രേമം, അങ്ങനെ ഒരുപാട് വികാരങ്ങൾ നമ്മളുടെ മനസ്സിലുണ്ട് അല്ലെ? സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അമ്മമാരുടെ ഗർഭപാത്രത്തിൽ ജനിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് അമ്മമാരുടെ സന്തോഷം, സങ്കടം, ഇഷ്ടം, സ്നേഹം എല്ലാം അമ്മമാര് മറ്റുള്ളവരെടുത്ത് പെരുമാറുന്നത്, ഇതെല്ലാം നമ്മള് അമ്മയുടെ വയറ്റിലാകുമ്പോഴേ തന്നെ നമ്മൾ അനുഭവിക്കുന്നതാണ് അല്ലെ? അതുപോലെ തന്നെ നമ്മള് ഒരു ചവിട്ട്, ഒരു തൊഴിയൊക്കെ നമ്മള് എന്താ പറയാ, അമ്മമാരുടെ വയറ്റില് തന്നെ ഇരിക്കുമ്പോ കൊടുക്കുമ്പോ തന്നെ അമ്മമാർക്ക് വളരെ സന്തോഷമാണ്. അപ്പൊ നമ്മളുടെ വികാരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുന്നതിന് മുന്നേ തന്നെ, അതായത് അമ്മമാരുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ വികാരങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഇത്രയും വികാരങ്ങളുള്ള ഒരു മനുഷ്യൻ പുറത്തേക്ക് വരുമ്പോൾ, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ, ഈ സമൂഹത്തിലേക്ക് വരുമ്പോൾ അത്ര തന്നെ വികാരങ്ങൾ, അതിനേക്കാൾ കൂടുതൽ വികാരങ്ങൾ നമ്മൾ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? സമൂഹത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ വികാരങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അടക്കി നിർത്താൻ പറ്റില്ല. കാരണം സമൂഹം അങ്ങനെയാണ്. നമ്മളുടെ സമൂഹം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ അങ്ങനെയാണ്. മാതാപിതാക്കളിൽ നിന്നുള്ള, കൂട്ടുകാരിൽ നിന്നുള്ള ഇമോഷൻസ്, അവഗണനകള്, സന്തോഷം, സങ്കടം, കൂട്ടുകെട്ടുകള് അല്ലെ? അപ്പൊ ഒരുപാട് വികാരങ്ങൾ നിറഞ്ഞതാണ് ഈ ലോകം എന്ന് പറയാം. സ്പെഷ്യലി ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന ഭയം, അതുപോലെ തന്നെ നമ്മൾക്ക് കൺസിഡറേഷൻ ചെയ്യാത്ത ഒരവസ്ഥ, അങ്ങനെ ഇഗ്നോർ ചെയ്യുന്ന അവസ്ഥ. അപ്പോ ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് എന്താണ്? മെറ്റീരിയലിസ്റ്റിക് ആണ്. എങ്കിലും ഇമോഷൻസ് നിറഞ്ഞതാണ് ഈ ലോകം. അപ്പൊ ഇന്നത്തെ ലോകത്തെ ഒരു ഇമോഷൻ എന്ന് പറയുന്നത് നമ്മള് ഒരുപാട് കാലം നിലനിൽക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ ഇന്നത്തെ കൂട്ടുകാരും പണ്ടത്തെ കൂട്ടുകാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പണ്ടത്തെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സഹായം വന്നു കഴിഞ്ഞാൽ ഓടി വന്ന് എടുക്കാനും പിടിക്കാനും, നമുക്ക് അങ്ങോട്ട് ചെല്ലാനും എല്ലാത്തിനും നമുക്ക് ഒരു എന്താ പറയാ, ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കൂട്ടുകാരെല്ലാം നമ്മളുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഉള്ള കൂട്ടുകാരാണ്. അപ്പൊ അവരുടെ ഒരു കൂട്ടുകെട്ട് എന്ന് പറയുന്നത് തന്നെ എന്താണ്? നമ്മള് കുറച്ച് സമയത്തേക്ക് വേണ്ടി മാത്രമാണ്, ജസ്റ്റ് ഫോർ എ ടൈം പാസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ എന്തെങ്കിലും ഒരു സഹായം ചോദിച്ച് നമ്മൾ അങ്ങോട്ട് ചെന്നാലും അവർ നമ്മളോട് പറഞ്ഞാലും ഒരുപക്ഷെ നമ്മള് ചെയ്തോളണമെന്നില്ല. ഞാൻ ബി മാജിക്കിലെ കൂട്ടുകാരോട് അല്ലാട്ടാ പറയുന്നത്. ഓക്കെ, സമൂഹത്തിലെ മറ്റുള്ള ഇതുകൾ. അപ്പൊ നമുക്ക് ഈ ഇമോഷൻസിനെ നമ്മൾ ഏത് രീതിയിലാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, നമ്മള് ആദ്യമായിട്ട് നമ്മള് എന്താ പറയാ, പോസിറ്റീവ് ഇമോഷൻസ് തന്നെ എടുക്കാം. നമുക്ക് പോസിറ്റീവ് ഇമോഷൻസ് ആണെങ്കിൽ നമുക്ക് നമ്മളുടെ ടെൻഷനുകളെ മാറ്റി നിർത്തുന്ന ഒരു ഇമോഷനെയാണ് പോസിറ്റീവ് ഇമോഷൻ എന്ന് പറയുന്നത്. അതിലല്ല നമുക്ക്
നമുക്ക് പോസിറ്റീവ് ഇമോഷൻ എങ്ങനെ കൊണ്ടുവരാം എന്ന് നോക്കാം. സ്പെഷ്യലി ഫസ്റ്റ് നമ്മൾ പറയുന്നത് നമ്മൾ നേച്ചറിനോട് കൂടി ചേരുക, അതായത് നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലുക. പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് പ്രകൃതിയെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മളുടെ നെഗറ്റീവ് ഇമോഷൻസിനെ ഒരുപാട് നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. ഓക്കെ, ഈ നെഗറ്റീവ് ഇമോഷൻസ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ? ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് പോലെ തന്നെ മറ്റൊരു കാര്യമാണ് ലോ ഓഫ് സറണ്ടർ എന്ന് പറയുന്നത്. അതായത് പ്രപഞ്ചത്തിന് നമ്മൾ വിട്ടുകൊടുക്കുക. നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഇമോഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമങ്ങൾ വരുമ്പോൾ നമ്മളുടെ ദുഃഖങ്ങൾ ഇറക്കി വെക്കുക എന്ന് പറഞ്ഞ പ്രപഞ്ചത്തിലേക്ക് തന്നെ നമുക്ക് ഇറക്കി വെക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തിനോട് പറയുക, ഞാൻ പ്രപഞ്ചത്തിന് തന്നെ വിട്ടു തന്നിരിക്കുന്നു, കാരണം ഈ ഭാരം ഞാൻ ഇറക്കി വെച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാം അല്ലെ? ആ രീതിയിൽ നമുക്ക് ലോ ഓഫ് സറണ്ടർ എന്ന ഒരു എന്താ പറയുക റൂൾസിലൂടെ നമുക്ക് നെഗറ്റീവ് ഇമോഷൻസിനെ നമുക്ക് വിട്ടുകൊടുക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഒരു എന്താ പറയാ ഇമോഷൻസിന്റെ പലതരത്തിലുള്ള പല തലങ്ങൾ എന്ന് നമുക്ക് പറയാം. ഈ എക്നോളജ് ആൻഡ് അക്സെപ്റ്റ് എന്ന് പറയുന്നത്, അക്സെപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇമോഷൻസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോൺ ജഡ്ജ്മെന്റൽ ഒബ്സർവേഷൻ നടത്തുക. നോൺ ജഡ്ജ്മെന്റൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും അല്ലെ? അല്ലെങ്കിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അപ്പൊ ആ ഇമോഷൻസിനെ നമ്മൾ ഒരു നോർമൽ പാർട്ടായിട്ട് കണ്ടുകൊണ്ട്, മൂന്നാമതൊരു വ്യക്തിയായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ അതിനെ ജഡ്ജ്മെന്റ് ചെയ്യാതെ ഒബ്സർവ് ചെയ്യുക. നമ്മൾ നമ്മളെ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് ടൈം നമ്മൾ ജഡ്ജ്മെന്റ് ആണ് ചെയ്യുന്നത്. അങ്ങനെയല്ല, ഇങ്ങനെ വരാൻ പാടില്ല, അല്ലെങ്കിൽ അത് എന്റെ തെറ്റല്ല, മറ്റൊരാളുടെ തെറ്റാണ്. നമ്മൾ അങ്ങനെ പറയണ്ട. നമ്മൾ ജസ്റ്റ് നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ, ഒബ്സർവ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ യാഥാസ്ഥികത മനസ്സിലാകുകയും നമ്മൾക്ക് കൂടുതലായിട്ട് നമ്മൾ ആ കാര്യത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുകയും ആ രീതിയിൽ നമുക്ക് നീങ്ങാൻ പറ്റുകയും ചെയ്യും. പിന്നീട് പറയുന്നതാണ് മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസ് നമ്മളെ ബി മാജിക്കിൽ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് അല്ലെ? പ്രാക്ടീസ് ദ മൈൻഡ്ഫുൾനെസ്. ഈവൻ നമ്മൾ എന്താ പറയാ മെഡിറ്റേഷൻ ഇരിക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ പോലും, നമ്മൾ ഒരു ജോലി ചെയ്യുന്ന അവസ്ഥയിൽ പോലും നമ്മൾ ആ കാര്യത്തെ അറിഞ്ഞുകൊണ്ട് ചെയ്യുക. അതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോ ബി മാജിക്കിലെ ആളുകളോട് ഇത് പറഞ്ഞു തരേണ്ട അവസ്ഥ ഇല്ല, ശരിക്കും പറഞ്ഞു എല്ലാവരും ചെയ്യുന്നതാണ്. ഓക്കെ, പക്ഷെ ഞാനൊരു 5 വർഷം 6 വർഷം മുന്നൊന്നും ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് എനിക്ക് ഒരു പ്രാക്ടീസ് ആയിട്ട് എടുത്തിട്ടേ ഇല്ല. സത്യം പറഞ്ഞാൽ നമുക്ക് അതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പോ എന്തെങ്കിലും നമ്മൾ പാത്രം കഴിയുമ്പോൾ, കാരണം നമ്മൾ സ്പെഷ്യലി ലേഡീസ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ 10 കാര്യം അതിനിടയിൽ ചെയ്യും. ഒരുപക്ഷെ അതിലൂടെ ആയിരിക്കും തോട്ട് പ്രോസസ്സ് കൂടുതൽ വർദ്ധിക്കുന്നതും ഈ പറഞ്ഞ പോലെ മൈൻഡ്ഫുൾനെസ് കുറഞ്ഞു വരുന്നതും. അപ്പോ കൂടുതലായിട്ടും എന്താ പറയാ ഗേൾസിലാണ്, ലേഡീസിലാണ് ഏറ്റവും കൂടുതൽ മൈൻഡ്ഫുൾനെസ് ഇല്ലാത്ത ഒരു അവസ്ഥ വരുന്നത്. കാരണം അവരാണ് കൂടുതൽ മൾട്ടിപ്പിൾ വർക്ക് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഒരേ സമയം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നതാണ് നമുക്ക് സത്യാവസ്ഥ. അപ്പോൾ മൈൻഡ്ഫുൾനെസ് എന്നത് നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുക അല്ലെ? പിന്നെ രണ്ടാമത് എന്ന് പറയുന്നത് എക്സ്പ്ലോർ ആൻഡ് എക്സ്പ്രസ്. നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ എക്സ്പ്ലോർ ചെയ്യുക, നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ അതിലൂടെ നമ്മളുടെ ജീവിതത്തിന്റെ നെഗറ്റീവ് ഇമോഷൻസിനെ നമുക്ക് മാറ്റാനായിട്ട് കഴിയും. പിന്നീട് നമ്മൾ പറയുന്നതാണ് സെൽഫ് കമ്പാഷൻ എന്ന് പറയുന്നത്. സെൽഫ് കമ്പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ക്യാരക്ടറിനെ, നമ്മളുടെ ഒരു സ്വഭാവത്തെ നമ്മൾ മനസ്സിലാക്കുക. ഞാൻ എങ്ങനെയാണ്, എന്റെ ക്യാരക്ടർ എങ്ങനെയാണ്, എനിക്ക് എങ്ങനെ ഇതിൽ നിന്ന് എങ്ങനെ ഒരു നല്ല മാറ്റം വരുത്താനായിട്ട് എനിക്ക് കഴിയും എന്ന് ഉള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ ആവുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ഡിഫിക്കൽട്ടി പാർട്ടുകളെ നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. പിന്നെ പറയുന്നതാണ് ടോക്ക് ടു അതേഴ്സ്. മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുക. മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരുടെ അടുത്തും സംസാരിക്കാൻ പറ്റില്ല അല്ലെ? ഇന്നത്തെ സമൂഹത്തിലൊക്കെ നമ്മളെ കൂട്ടുകാരെ അടുത്ത് പറയുന്ന, ഫേസ്ബുക്കിലെയും ഇൻസ്റ്റാഗ്രാമിലെയും ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വലിയ വലിയ ഇഷ്യൂസ് ആയി മാറും. അതുകൊണ്ട് നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന നമ്മളെ ഫ്രണ്ട്സിനോട് സംസാരിക്കുക.
ഈവൻ ദാറ്റ് നമ്മളൊരു സബ്ജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട അതിൽ നമ്മളെക്കാൾ കൂടുതൽ അറിവുള്ള ആളുകളോട് സംസാരിക്കുക. അപ്പൊ നമുക്ക് ഒരുപാട് സൊല്യൂഷൻസ് കിട്ടും. നമ്മൾക്ക് പ്രോബ്ലംസിനെ ഇൻക്രീസ് ചെയ്യല്ല വേണ്ടത്, ഈവൻ നമുക്ക് പ്രോബ്ലംസിനെ നമുക്ക് സൊല്യൂഷനിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. അപ്പോ നമുക്കതിൽ നിന്ന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും. പിന്നീട് പറയുന്നതാണ് ജേണലിംഗ്. ജേണലിംഗ് എല്ലാവരും ചെയ്യുന്നതാണ്, നമ്മളുടെ ക്ലാസ്സിലുള്ള എല്ലാവരും ചെയ്യുന്നതാണ്. നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം, പക്ഷെ ജേണലിംഗ് എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവോ പോസിറ്റീവോ ഇമോഷൻസ് എന്ത് സംഭവിച്ചാലും നമ്മളത് ജേണലിങ്ങിലൂടെ എഴുതാം. കാരണം നമ്മളുടെ മനസ്സിലെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പകർത്തുകയാണ്, പേപ്പറിലേക്ക് പകർത്തുകയാണ്. പേപ്പറിലേക്ക് പകർത്തുകയാണ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നമ്മള് വേറൊരു വ്യക്തിയിലേക്ക്, നമ്മളുടെ മനസ്സ് വേറൊരു പാർട്ടിലേക്ക്, വേറൊരു വ്യക്തിയിലേക്ക് നമ്മൾ അതിനെ കൊടുക്കുകയാണ്, ഷെയർ ചെയ്യാണ്. ഷെയർ ടു പേപ്പർ എന്നുള്ളതാണ്. അപ്പൊ ആ പേപ്പറിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സ് എന്താണ് പറയുന്നത്? നമ്മളത് നമ്മളുടെ മനസ്സ് ഒഴിഞ്ഞു. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സ് ഒഴിച്ചിടുക എന്നുള്ളതാണ്. നമ്മളുടെ മനസ്സിൽ ഭാരമില്ലാതിരിക്കുക, ഒഴിച്ചിടുക എന്നുള്ളതാണ്. അപ്പോൾ ജേണലിംഗ് എന്ന് പറയുന്നതും ഏറ്റവും നല്ല ഒരു എന്താ പറയാ ടൂളാണ് ആക്ച്വലി. നമ്മൾക്ക് നമ്മളുടെ വിഷമങ്ങളെയും നമ്മളെ തന്നെ മനസ്സിലാക്കാൻ പലപ്പോഴും സാധിക്കുന്ന ജേണലിങ്ങിലൂടെയാണ്. ഒരുപക്ഷെ മറ്റൊരു വ്യക്തി പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മളോട് തന്നെ ചോദിക്കും, ഇത് ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളത്. അപ്പോൾ രണ്ടുമായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നതും ഈ ജേണലിങ്ങിലൂടെയാണ്. പിന്നെ പറയുന്നതാണ് ക്രിയേറ്റീവ് ഔട്ട്ലെറ്റ്സുകൾ ചെയ്യുക. ക്രിയേറ്റീവ് ഔട്ട്ലെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ നമ്മൾ പങ്കെടുക്കുക, അതുപോലെ മ്യൂസിക്, നമുക്ക് എന്താണോ ഇഷ്ടപ്പെട്ടത് ആ കാര്യങ്ങളിലേക്ക് നമ്മൾ കുറച്ചും കൂടി കൂടുതൽ എന്താ പറയാ ഇൻവോൾവ് ആവുക. ഇപ്പൊ സിന്ധുമേം പറഞ്ഞു ഇന്നാള് ക്ലാസ്സിൽ പറയുന്നത് കേട്ട്, തുന്നൽ പഠിക്കാൻ പോകുന്നുണ്ട്, പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ആ ഒരു നെഗറ്റീവ് ഇമോഷൻസിനെ മാക്സിമം നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുന്നത്, നമുക്ക് സമയമില്ല എന്ന് നമ്മളുടെ മനസ്സ് തന്നെ നമ്മളോട് പറയുന്നത് ഇതുപോലെയുള്ള നല്ല നല്ല പ്രവൃത്തികളിലൂടെയാണ്. നമ്മൾ ഓരോ പ്രവൃത്തികളും ആക്ടിവിറ്റീസും ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ഒരു കൂട്ട്, നമ്മളുടെ ഒരു ക്രിയേഷൻ, നമ്മളുടെ ഒരു ആശയവിനിമയങ്ങള് നമ്മളുടെ ജീവിതത്തെ ഒരുപാട് മാറ്റിമറിക്കുന്നതാണ്. അപ്പൊ നമ്മള് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ക്രിയേറ്റീവ് ഔട്ട്ലെറ്റ്സുകൾ എന്തെങ്കിലും ചെയ്യുക. ഈവൻ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ പോലും നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലി പ്രത്യേകിച്ച് നമ്മൾ പുതുതായിട്ടൊന്ന് ചെയ്യുമ്പോൾ നമ്മളുടെ മൈൻഡ് കുറച്ചും കൂടി കൂടുതൽ എന്താ പറയാ ഡോപ്പമിൻ ക്രിയേറ്റ് ആവുമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മളുടെ ഫീലിങ്സിനെ എക്നോളജ് ചെയ്യാൻ ശ്രമിക്കുക. ഐഡന്റിഫൈ ദ ട്രിഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ സിറ്റുവേഷനെ മനസ്സിലാക്കിക്കൊണ്ട് നെഗറ്റീവ് ഇമോഷൻസിനെ മാറ്റി നിർത്താൻ ശ്രമിക്കുക. അതാണ് ഐഡന്റിഫൈ ദ ട്രിഗേഴ്സ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലാരിറ്റി ഈസ് ദ കീ ഓഫ് അവർ ലൈഫ്. നമ്മളുടെ ജീവിതത്തിൽ എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടോ അതാണ് നമ്മളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മൂല്യമായ ഒന്ന്, അമൂല്യമായ ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മാറ്റി നിർത്തുക, ആരോടെങ്കിലും പറയേണ്ട ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കുക, പിന്നെ നമ്മളെ നീട്ടിവെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഉള്ളിലെ ഒരു ക്ലാരിറ്റി ഇല്ലാതെ വരുന്നത്. കാരണം നമ്മളുടെ മൈൻഡ് തന്നെ നമ്മളോട് പറയും ഈ ഒരു കാര്യത്തിൽ നിനക്ക് ഡൗട്ടാണ്, ക്ലാരിറ്റി ഇല്ല. അപ്പോ അത് നമ്മളുടെ സ്ട്രെസ് മാനേജ്മെന്റിനെ വർദ്ധിപ്പിക്കാനായിട്ട്, അതായത് സ്ട്രെസ്സിനെ വർദ്ധിപ്പിക്കാനായിട്ട് ഉപകരിക്കും. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളുടെ ലൈഫിനെ ഏറ്റവും വാല്യുബിൾ ആയിട്ട് നമ്മൾ നോക്കുക. കാരണം ഇന്നർ മൈൻഡാണ് ഏറ്റവും വലുത് നമ്മളുടെ ജീവിതത്തിലെ. ഇന്നർ മൈൻഡ് എത്രമാത്രം നന്നായിരിക്കുന്നോ അത്രയും നമ്മളുടെ ഔട്ടർ വേൾഡും മനോഹരമായി തീരും എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ സ്ട്രെസ് മാനേജ്മെന്റിനെ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് അറിയാം, മെഡിറ്റേഷൻ ചെയ്യുക, പ്രകൃതിയുമായിട്ട് കൂട്ടുകൂടുക, അതുപോലെ ഡീപ് ബ്രീത്തിങ് ചെയ്യുക. ഡീപ് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അത് ഡീപ് ബ്രീത്തിങ് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇതിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഏതോ ഒരു സാറ്. ഡീപ് ബ്രീത്തിങ് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്, നമ്മളുടെ ശരീരത്തിൽ കൂടുതൽ ഓക്സിജൻ കണ്ടന്റ് വർദ്ധിപ്പിക്കുക. അതായത് നമ്മളുടെ അതിലൂടെ നമ്മളുടെ ബ്ലഡിന്റെ സർക്കുലേഷൻ
ഇമ്മീഡിയറ്റ് വേയില് വർദ്ധിക്കുകയും നമുക്ക് കൂടുതൽ എന്താ പറയാ ഉണർവും എനർജിയും കിട്ടുകയും ചെയ്യും. അതിലൂടെ പല അസുഖങ്ങളെ തന്നെ മാറ്റി നിർത്താനായിട്ട് ഡീപ് ബ്രീത്തിങ്ങിലൂടെ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പൊ അതും ഒരു നമ്മളുടെ മൈൻഡിനെ റിലാക്സ് ചെയ്യാനുള്ള ഒരു പാർട്ടായിട്ട് മാറിയിരിക്കുകയാണ്. പിന്നെ നല്ല ഫുഡ് കഴിക്കുക, നല്ല രീതിയിലുള്ള നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, കുറച്ച് കഴിക്കുക. നല്ലതെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അതിലൂടെ നമ്മളുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വർദ്ധിപ്പിക്കുന്നതിലൂടെ നമ്മളുടെ ഇമോഷൻസിനെ മാക്സിമം നല്ല ഇമോഷൻസ് നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾക്ക് നല്ല കൂട്ടുകാരുണ്ടാവുക, അല്ലെ, ഫണ്ണായിട്ട് അതുപോലെ തന്നെ എന്താ പറയാ നമ്മളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന, ഏത് സമയത്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാരെ നമ്മൾ ഉണ്ടാവണം നമുക്ക്. കാരണം ഈവൻ നമ്മൾ പറയുമെങ്കിൽ കൂടിയും ഇന്നത്തെ ഒരു ലോകത്ത് നമുക്കധികം ഷെയർ ചെയ്യാൻ പറ്റില്ല മറ്റുള്ളവരുടെ അടുത്ത് എന്നൊക്കെ പറയുമെങ്കിൽ കൂടിയും നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് 1-2 കൂട്ടുകാർ വേണം നമുക്ക്, അല്ലെങ്കിൽ 2-3 കൂട്ടുകാർ വേണം നമുക്ക്. കാരണം എന്തെങ്കിലും ഏത് സമയത്തും എന്ത് സംഭവിച്ചാലും അവര് നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഈ ചെറിയ കുട്ടികളിൽ കാണുന്ന ഈ ഡിപ്രഷൻ, ആങ്സൈറ്റി, പിന്നെ ഈ പറഞ്ഞ പോലെ ആത്മഹത്യാ പ്രവണത, ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ കൂട്ടുകാരെന്ന് പറയുന്നത്. അല്ലെ, എന്താ പറയാ, കൂട്ടുകാര് മനസ്സിന്റെ കണ്ണാടിയാണെന്ന്. പിന്നെ നമ്മൾ തന്നെ നമ്മളോട് സെൽഫ് ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എല്ലാ ദിവസവും എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. തെറ്റായാലും ശരിയായാലും നമ്മളോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത് കുറെ കാര്യങ്ങൾ, അപ്പൊ നമ്മളോട് സംസാരിക്കുന്നത് ഓക്കെയാണ്, പക്ഷെ നമ്മളോട് സംസാരിക്കുന്ന കാര്യം നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. അതാണ് പോസിറ്റീവ് അഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോ പോസിറ്റീവായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. അതും നമ്മളുടെ നെഗറ്റീവ് ഇമോഷൻസിനെ മാക്സിമം മാറ്റി നിർത്താനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ പ്രോബ്ലത്തിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതിന് പകരം നമ്മൾ സൊല്യൂഷൻസിന് നോക്കുക. പ്രോബ്ലത്തിലേക്ക് നമ്മൾ പിന്നെ നമ്മളുടെ ചുറ്റും കൂടിയിരിക്കുന്ന ആളുകൾ ഏത് രീതിയിലാണ് സംസാരിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മളുടെ ആ പ്രോബ്ലം വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോ നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ അറിവുള്ള ആളുകളോട് ചോദിക്കുകയും അതിന്റെ സൊല്യൂഷൻസ് കണ്ടെത്തുകയും ചെയ്യുമ്പോഴാണ് കൂടുതൽ ആ ഒരു സൊല്യൂഷൻസിനെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്. അത് പിന്നെ അതിനുശേഷം നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് തന്നെ ജീവിതത്തിന്റെ എന്താണ് ഒരു ഭാഗമാക്കി മാറ്റിയവരാണ് നമ്മുടെ ബിമേജിക്കിലെ അംഗങ്ങള്. അത് ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ആയിട്ട് നമുക്ക് ഏറ്റെടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ നമ്മളുടെ ഇമോഷൻസിനെ നമ്മൾ എന്താ പറയാ, നമ്മൾ റെസ്പെക്ട് ചെയ്യുക. നമ്മൾ നമ്മളുടെ ഇമോഷൻസിനെ റെസ്പെക്ട് ചെയ്യുന്ന അതേ അവസ്ഥയിൽ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ ഇമോഷൻസിനെയും കൂടി റെസ്പെക്ട് ചെയ്യാൻ ശ്രമിക്കുക. അവർക്ക് നമ്മൾ കുറച്ച് സമയം കൊടുക്കുക, സന്തോഷത്തോടു കൂടി ഇരിക്കാനായിട്ട് സമയം കൊടുക്കുക. നമ്മള് ഒരുപക്ഷെ നമ്മളുടെ 2 വാക്കുകളായിരിക്കാം മറ്റൊരു ആളുടെ സന്തോഷം എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടി ശ്രമിക്കുക. റെസ്പെക്ട് അതേഴ്സ് ഇമോഷൻസ്, അവരുടെ ഫീലിങ്ങുകളെ കുറിച്ച് നമ്മൾ കൂടി മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഒരു സമയം ഒരുപക്ഷെ അവർക്ക് ഒരുപാട് അമൂല്യമായിരിക്കാം. അപ്പോ ഇതാണ് നമ്മളുടെ ബാലൻസിങ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻസ് ആണ്. നമ്മളുടെ ബോഡിയിലെ 7 ചക്രാസിന്റെ ബാലൻസിങ് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളുടെ മനസ്സിന്റെ ബാലൻസിങ്ങും വളരെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നമ്മളുടെ പോസിറ്റീവായിട്ട് തിങ്കിങ്ങിന് വേണ്ടിയിട്ട്, നമ്മളെ പോസിറ്റീവായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട്, നമ്മളുടെ ലൈഫിനെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ കാര്യങ്ങളെല്ലാം നമ്മളുടെ ലൈഫിലേക്ക് വരും. പിന്നെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇമോഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ കാര്യത്തിൽ നിന്ന് ഞാൻ എന്താണ് പഠിച്ചത്, അല്ലെ, ാത്ത കാര്യമാണ് അവരങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാറുണ്ട്. പണ്ട് ഞാൻ പറയാറുണ്ടായിരുന്നു, എന്നെ അവരങ്ങനെ പറഞ്ഞു, വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ചിന്തിക്കാതെ ആ ഒരു നെഗറ്റീവ് ഇമോഷൻസ് നമ്മളെ എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ട്. സമൂഹം പഠിപ്പിക്കുന്നുണ്ട്, പ്രകൃതി പഠിപ്പിക്കുന്നുണ്ട്.
അപ്പൊ ആ കാര്യത്തെ നമ്മൾ ഒന്ന് വിശകലനം ചെയ്യുക. ഈവൻ ദ നെഗറ്റീവ് തിങ്സ് നമ്മളുടെ മനസ്സിൽ വന്നാൽ പോലും എന്തിനാണ് അത് വന്നത് എന്നല്ല ചിന്തിക്കേണ്ടത്. അത് വന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിരുന്നോ, ഞാൻ എന്തെങ്കിലും ഈ കാര്യത്തിൽ നിന്ന് പഠിച്ചോ എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കുക. ഓരോ കാര്യത്തിലും അതിലൂടെയാണ് നമ്മളുടെ ജീവിതത്തിന്റെ നീഡ്സ് വർദ്ധിക്കുന്നത്, നമ്മളുടെ വാല്യൂസ് വർദ്ധിക്കുന്നത്. കാരണം നമ്മളുടെ ജീവിതത്തിന്റെ നമുക്ക് വളരെ വാല്യുബിൾ ആയിട്ട് ഓക്കെ താങ്ക് യു സർ ശ്രദ്ധിക്കുക, നമ്മളുടെ വാല്യൂസ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഒരുപാട് സന്തോഷം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇഗ്നോർ ആൻഡ് ഹൈഡിങ് എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു. എപ്പോഴും നമ്മൾ ക്ലാരിറ്റി ഉള്ളവരാകുക എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. നമ്മളുടെ ഇന്നർ വേൾഡിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പെരുമാറുക. അപ്പോ നമുക്കും എന്താ പറയാ, നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും പ്രപഞ്ചം സ്വീകരിക്കുന്നുണ്ട് എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. അപ്പൊ നമ്മളുടെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് വരും, ഒരു അലേർട്ട്നെസ് വരും അല്ലെ. അപ്പോ നമ്മൾ മറ്റുള്ള ആളുകളെ കുറ്റപ്പെടുത്താതിരിക്കും, എക്സ്ക്യൂസ് പറയാതിരിക്കും. കാരണം അത് നമ്മളെ ഡ്രീംസുകളിലേക്ക് സാധിക്കും. അപ്പോ നമ്മളെപ്പോഴും ഒരു കാര്യത്തെ മനസ്സിലാക്കുക, നമ്മളുടെ ഉള്ളിൽ ഒരു ഈശ്വരീയ ശക്തിയുണ്ട്, ഡിവൈൻ എനർജി ഉണ്ട്. ആ ഒരു ഡിവൈൻ എനർജി നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കാൾ വളരെ ഉയരത്തിലാണ്. ആ ഒരു ചിന്ത നമ്മളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമ്മൾ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളല്ലാതായിട്ട് മാറുന്ന ഒരവസ്ഥ വരും. കാരണം നമ്മളുടെ എല്ലാ മനുഷ്യരുടെ ഉള്ളിലും എന്തുണ്ട്, ഒരു ഡിവൈൻ എനർജി ഉണ്ട്. ആ ഡിവൈൻ എനർജിയാണ് നമ്മളെ ഓരോ ദിവസവും ഫോളോ ചെയ്യുന്നത്. ആ ഡിവൈൻ എനർജിക്ക് മാക്സിമം പവർ കൊടുക്കുക. അപ്പോൾ നമ്മളുടെ പ്രശ്നങ്ങൾ ചെറുതായി വരികയും ഡിവൈൻ എനർജിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നമ്മൾ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ നമുക്കും നന്മയുള്ള ഒരു മനുഷ്യനായി വളരാം, പരസ്പരം സ്നേഹിക്കാം, മൃഗങ്ങളെ പോലെ പക്ഷികളെ പോലെ അല്ലെ, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാം, ഉയരങ്ങളിലേക്ക് നമുക്ക് പറക്കാം പരുന്തിനെ പോലെ. അതുപോലെ തന്നെ അവനവന്റെ കാര്യങ്ങള്, ജോലികൾ കൃത്യസമയത്ത് ചെയ്യാം നമുക്ക്, ഉറുമ്പുകളെ പോലെ അല്ലെ. അതുപോലെ തന്നെ തിരിച്ച് പ്രതീക്ഷിക്കാതെ നമുക്ക് കൊടുക്കാം, മരങ്ങളെ പോലെ വൃക്ഷങ്ങളെ പോലെ സഹജീവികളെ അടുത്തറിഞ്ഞുകൊണ്ട് നമ്മൾക്ക് എന്താ പറയാ സ്നേഹിച്ച് പരസ്പരം മുന്നോട്ട് പോകാം. കാരണം ഈ ജീവിതമാകുന്ന യാത്രയിൽ ഇമോഷൻസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് കമ്പാനിയൻ ആണ്. അപ്പോൾ അതുകൊണ്ട് അവയെ നമ്മൾക്ക് സ്വാഗതം ചെയ്യാം. കാരണം വിതൗട്ട് ഇമോഷൻസ് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ തുറന്ന മനസ്സോടുകൂടി അവയിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തെ മാക്സിമം മനോഹരമാക്കി മാറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്, താങ്ക് യു. ഓക്കെ ദിവ്യ മാം, താങ്ക് യു സോ മച്ച്. സോ എല്ലാവർക്കും ഭയങ്കര ഹെൽപ്ഫുള്ളും അതോടൊപ്പം തന്നെ എല്ലാവരും നോട്ടീസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളാണ് മാം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദ സെഷൻ. സോ ടീം മെമ്പേഴ്സ്, അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കിംഗ് ടൈമാണ്. അപ്പോൾ ആരാണ് ഫസ്റ്റ് സംസാരിക്കുന്നത്? ദിവ്യ വളരെ നല്ലൊരു സെക്ഷൻ ആയിരുന്നു, നല്ലൊരു ഒഴുക്ക് തന്നെയായിരുന്നു ആദ്യം മുതൽ അവസാനം വരെ. വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. നന്നായിരുന്നു ദിവ്യ മാം, നല്ലൊരു ഒരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ടായിരുന്നു. കാരണം വെച്ചാല് ഓരോന്നിനും ഓരോ കാരണങ്ങൾ വിശദീകരിച്ചു കൊണ്ട് തന്നെ നല്ലൊരു ട്രെയിനിങ് ഉണ്ടായിട്ടുണ്ട്. നന്നായിട്ടുണ്ട് ക്ലാസ്സുകൾ. ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഗോപിക പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റിയ കുറെ വിഷയങ്ങൾ അതിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. കുറച്ച് പാടുപെട്ടിട്ടുണ്ട് ഇത് സംഘടിപ്പിക്കാൻ എന്ന് തോന്നുന്നു. കുറെ അവിടുന്ന് ഇവിടുന്ന് എല്ലാവർക്കും അറിവുകളൊക്കെ നേടിയെടുത്ത് എന്തായാലും അല്ലേ ഒരു പണി എടുത്തിട്ടാണ് ഇന്ന് രാവിലെ നമ്മളെ കൂടെ വന്നിട്ടുള്ളത്. താങ്ക് യു ദിവ്യ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു റിസാഖ് സർ. ദെൻ നെക്സ്റ്റ്. മാജിക് മോർണിംഗ്. ഓക്കെ, കേൾക്കുന്നുണ്ടോ?
കേൾക്കാം സർ, പറഞ്ഞോളൂ. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ്. കാരണം ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇപ്പോൾ പിന്നെ സാറൊക്കെ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയുക, ഒരു 2-3 സെഷനായിട്ട് എടുക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അത്രത്തോളം പോയിന്റുകളാണ്. നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ തീർച്ചയായിട്ടും ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് അത് മാത്രമല്ല, മാം ഇത് ഇംപ്ലിമെന്റ് ചെയ്ത ഒരാളും കൂടിയാണ്. അപ്പം അതിന് റിസൾട്ട് കിട്ടിയിട്ടാണ് കൂടുതൽ കാര്യങ്ങളും പറഞ്ഞതെന്ന് കേട്ടപ്പോൾ മനസ്സിലായി. എനിവേ താങ്ക് യു. നല്ലൊരു സെഷൻ ആയിരുന്നു. ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം വളരെ ലളിതമായ രീതിയിൽ നല്ല ഭാഷാ ശൈലിയോടുകൂടി നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു നൗഫൽ സർ. ഓക്കെ, ഹലോ, ചേച്ചി. മാജിക് മോർണിംഗ്. ദിവ്യ സൂപ്പർ. ഒന്നും പറയാനില്ല. നല്ലൊരു പ്രൊഫഷണൽ ഒരു എന്താ ലീഡറെ പോലെ തന്നെ ആയിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. ക്ലാസ് എടുത്ത ശൈലിയും അതുപോലെ തന്നെ ആ പ്ലസന്റ് ആയിട്ടുള്ളൊരു ഫേസോട് കൂടെ ക്ലാസ് എടുത്തു. വളരെ നന്നായിട്ടുണ്ട്. പറഞ്ഞ പോലെ ആദ്യം തന്നെ പറഞ്ഞത് എന്താ, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ അമ്മമാരുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഇമോഷൻസ് വരുന്നുള്ളത് വളരെ കറക്റ്റ് ആണ്. ആ ഒരു പ്രഗ്നൻസി ടൈമിൽ അമ്മമാർ എന്ത് ചെയ്യുന്നോ അവരുടെ ആ ഒരു ഇമോഷൻസിനനുസരിച്ചിരിക്കും നമ്മുടെ വയറിലുള്ള കുഞ്ഞുങ്ങളുടെ ആ ഒരു ആരോഗ്യമായാലും അവരുടെ മാനസിക സന്തോഷമായാലും എല്ലാം. അപ്പോ വളരെ നന്നായി ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ട് പോയി. നല്ലൊരു ദിവസമായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു. പ്രീത മാം. വേറെ ഇനി ആരാ സംസാരിക്കുന്നേ? മാജിക് മോർണിംഗ്. മണി സർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. നല്ല പ്രസന്റേഷൻ ആണ്. നൗഫൽ സാർ പറഞ്ഞ വളരെ ലളിതമായ രീതിയിൽ കുറേയധികം പോയിന്റ്സുകളാണ് എന്ന് പറഞ്ഞത്. കാരണം ഇമോഷൻസ് ആണ് എല്ലാം എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഫീലിങ്സ് ആണ് നമ്മളിലേക്ക് എല്ലാ കാര്യങ്ങളും എത്തിക്കുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. ഇപ്പോഴും ഇമാജിൻ, ഫീൽ ആൻഡ് റിസീവ് എന്നാണ് ഇതിൽ ലോ അട്രാക്ഷനിൽ തന്നെ പറയാറ്. അപ്പൊ ആ ഫീലിങ്സിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സബ്ജക്റ്റ് എടുത്ത് അതിലെ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള കാര്യങ്ങൾ, സന്തോഷം, സ്നേഹം, ഇഷ്ടം, പ്രേമം, അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള സങ്കടം, ഭയം, അസൂയ, വെറുപ്പ്, ഇതെല്ലാം എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാനോ സപ്രസ് ചെയ്യാതെ കൺട്രോൾ ചെയ്തിട്ട് അപ്പൊ അത് നല്ല രീതിയിൽ നമുക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയതിൽ എങ്ങനെ അതിന്റെ വഴികൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് മാം ഇന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ ഈ ഫ്രണ്ട്സിന്റെ കാര്യമായാലും ശരി, സെൽഫ് ടോക്ക് ആയാലും ശരി, അത് നമ്മളെ നോൺ ജഡ്ജ്മെന്റലാകാനും ഒക്കെ വളരെ അക്കമിട്ട് നല്ല എക്സാമ്പിളോട് കൂടി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ പുറമെയാണ് നമ്മളെ ഉള്ളിലുള്ള ഒരു ഡിവൈൻ എനർജിനെ പറ്റിയിട്ട് പറയുന്നത്. അപ്പൊ അത് മറ്റുള്ളവരിലുണ്ട്. അപ്പൊ മറ്റുള്ള ഇമോഷൻസിനും നമ്മൾ കാണാനും അവരെ ശ്രദ്ധിക്കാനും സമയം കൊടുക്കാനും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നല്ലൊരു ജീവിതം നമ്മൾ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഉതകുന്ന രീതിയിൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ക്ലാസ് തന്നെയായിരുന്നു ഇത്. അപ്പോൾ അതുപോലെ പല കാര്യങ്ങളും വളരെ ലളിതമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലാനും പ്രകൃതിയോട് ഇതാകാനും ഇങ്ങനെ സ്ട്രെസ് കുറയ്ക്കാനും നമ്മൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ എങ്ങനെ തരണം ചെയ്യാനൊക്കെ മാർഗങ്ങൾ അതും കൂടി ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതായാലും നല്ലൊരു പ്രസന്റേഷൻ തന്നെയാണ്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ, താങ്ക് യു. താങ്ക് യു മണി സർ. സിന്ധു മാം. ഹായ്, മാജിക് മോർണിംഗ് ദിവ്യ. ഹായ് ദിവ്യനെ ഞങ്ങള് പ്രഷർ കൊടുത്ത് ഞങ്ങളിങ്ങനെ കൊണ്ടുവന്ന് സൂപ്പറായിട്ട് ക്ലാസ്. സത്യമാണ്. പറ്റില്ല എന്ന് പറഞ്ഞ് അടിയഴിഞ്ഞ് മേടിക്കുക. നല്ലൊരു വിഷയം എപ്പോഴും റെഡിയാക്കി കയ്യിൽ വെക്കുക. അവസരത്തിന് ഉപയോഗിക്കണം. ഓക്കെ, നല്ല ക്ലാസ് ആയിരുന്നു മോളെ. പിന്നെ എന്താ പറയാ, അതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ, എന്താ പറഞ്ഞാ ലാസ്റ്റ് പറഞ്ഞ കുറച്ച് പോയിന്റ് ഉണ്ടല്ലോ. മരം നമുക്ക് അറിയാതെ നമുക്ക് അങ്ങനത്തെ കുറച്ച് പറഞ്ഞല്ലോ. ആ പോയിന്റ് ഒന്നുകൂടി പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കൃത്യസമയത്ത് നമ്മൾ നമ്മളുടെ പ്രവൃത്തികൾ ചെയ്യാം. ഉറുമ്പിനെ പോലെ നന്മയുള്ള ഒരു മനുഷ്യനായിട്ട് വളരാം. നമ്മള് പരസ്പരം സ്നേഹിക്കാം മൃഗങ്ങളെ പോലെ. കാരണം മൃഗങ്ങൾക്ക് കുശുമ്പും അസൂയൊക്കെ കുറവാണ്. അതുകൊണ്ടാണ് പരുന്തിനെ പോലെ നമുക്ക് പറക്കാം. കാരണം പരുന്ത് ലക്ഷ്യത്തിലേക്ക് വളരെ സ്പീഡിൽ ഇങ്ങനെ
മറന്നുപോയിക്കും. അവർക്ക് ഡിസ്ട്രാക്ഷൻസുകൾ കുറവാണ്. അവര് ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഉയർന്നുകൊണ്ടേയിരിക്കും. അത് പിന്നെ അവനവന്റെ ജോലികൾ ചെയ്യാം കൃത്യസമയത്ത്. ഉറുമ്പുകൾക്ക് ഡിസ്ട്രാക്ഷൻസ് കുറവാണ്. അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അവർ കൃത്യമായി നിരനിരയായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അത് കൃത്യമായ സമയത്ത് ജോലികൾ ചെയ്യാം ഉറുമ്പിനെ പോലെ. പിന്നെ തിരിച്ച് പ്രതീക്ഷിക്കാതെ കൊടുക്കാം. നമ്മൾക്ക് വൃക്ഷങ്ങൾ തരുന്ന ഫലങ്ങള്, ഫ്രൂട്ട്സുകൾ, അതെല്ലാം നമുക്ക് കിട്ടുന്നത്, വെജിറ്റബിൾസ് എല്ലാം നമുക്ക് കിട്ടുന്നത് നമുക്ക് അവർക്കൊന്നും നമ്മൾ കൊടുത്തിട്ടല്ല, അല്ലെ? പ്രകൃതിക്ക് നമ്മളൊന്നും ആദ്യം കൊടുത്തിട്ടല്ല. ഇപ്പോഴാണ് നമ്മൾ വളർത്തിയിട്ട് നമുക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ സ്നേഹത്തോടെ ജീവിക്കാം സഹജീവികളെ പോലെ. സഹജീവികളെ പോലെ നമ്മൾ സ്നേഹത്തോടു കൂടി മനസ്സറിഞ്ഞ് ജീവിക്കാം എന്നാണ് പറഞ്ഞത്. നല്ല രസമുണ്ട് അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇനി നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മോളെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സിന്ധു മാം. ഓക്കെ, ദെൻ വേറെ ആരെങ്കിലും ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും എക്സ്പീരിയൻസോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. Good morning, everybody. ഓക്കെ, രണ്ട് വാക്കിന് പറയാവുക. രണ്ട് വാക്കില് ലളിതം സുന്ദരം. ലളിതമായ ഭാഷയിൽ സുന്ദരമായിട്ട് പറഞ്ഞെടുക്കാൻ മനസ്സാരും പറഞ്ഞിരുന്നു. അതാണ് എനിക്ക് ആദ്യം അനുഭവപ്പെട്ട ഒരു ഫീലിംഗ് ആണ് ലളിതം സുന്ദരം. ഡോക്ടർ സാറ് പറഞ്ഞ പോലെ ഒത്തിരി പോയിന്റ്സ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. കുറേ പോയിന്റ്സ് ഉണ്ട്. എഴുതിയെടുക്കണമെന്ന് കുറേ എഴുതിയെടുക്കാനുണ്ട്. പക്ഷെ അതെല്ലാം വളരെ വ്യക്തമായിട്ട് നല്ലൊരു ഭാഷയിൽ, അത് മാത്രമല്ല നല്ല ഒരു എന്താ പറയുക, നല്ല തെളിച്ചുള്ള മുഖത്തോട് കൂടിയിട്ടുള്ള ചിരിച്ചു കൊണ്ടിട്ടുള്ള ആ മുഖത്തോടുള്ള സംസാരം കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അതിൽ ആകർഷകമായി പോയി. നന്നായിരുന്നു, നല്ലൊരു പ്രസന്റേഷൻ. ഇത് ഉറുമ്പിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൃത്യനിഷ്ഠയോടെ ചെയ്യുന്ന ഉറുമ്പിനെ പോലെ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് പരിധി പോലെ പറക്കാനും കഴിയും. ഞാൻ രണ്ട് വാക്ക് മാത്രം എടുത്തുള്ളൂ, മറ്റൊന്നും എടുത്തില്ല. ഉറുമ്പിനെ പോലെ നമ്മൾ നമ്മുടെ കൃത്യനിഷ്ഠയോടെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആകാശത്ത് പരിധിനെ പോലെ നമുക്ക് പറക്കാൻ പറ്റും. കാരണം നമ്മുടെ ഭാവനയിലുള്ള നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. താങ്ക് യു ദിവ്യ. വളരെ വളരെ നല്ലൊരു ക്ലാസ് എടുത്തത്. അത് മാത്രമല്ല ഒരു പ്രൊഫഷണൽ ആവാനുള്ള സകല നമ്മുടെ ഇൻഗ്രീഡിയൻസ് കാണുന്നുണ്ട്. യു വിൽ ബിക്കം എ പ്രൊഫഷണൽ. താങ്ക് യു വെരി മച്ച്. അടുത്ത ഡേറ്റ് ഫിക്സ് ആക്കിക്കോളൂ കേട്ടോ. നിർത്താൻ പാടില്ല, നിർത്താൻ അയക്കൂല, നിർത്താൻ അയക്കൂല, നിർത്താൻ അയക്കൂല, നിർത്താൻ അയക്കൂല. ആ, നിർത്താൻ അയക്കൂല. അതിനെന്താ വേണ്ടിട്ട് പറഞ്ഞാൽ മതി, നമ്മള് ചെയ്തു തരൂല്ലേ. പിന്നെന്താ പേടിക്കണു? അടുത്ത ഡേറ്റ്, അടുത്ത മാമിനെ വിളിക്കുക, അടുത്ത ഡേറ്റ് നിശ്ചയിക്കാം. വിഷയാക്കണ്ട. എല്ലാ മാസവും എല്ലാരും ക്ലാസ് എടുക്കണം. എല്ലാവർക്കും അതിന് കഴിയണവരാണ്. പിന്നെ ഞാൻ പ്രീതേച്ചി ഇങ്ങനെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട്. പ്രീതേച്ചി എല്ലാരും സമ്മതിക്കില്ല. പ്രീതയ്ക്ക് ഉണ്ടൊരു പണി, നല്ല ക്ലാസ് കേൾക്കണം പറയും. ശരിയാണ്. ഹലോ ദിവ്യ, സൂപ്പർ ട്രെയിനറാണ്, സൂപ്പർ ട്രെയിനറാണെന്ന്. ഓക്കെ, എന്താണ് നമ്മുടെ ജീവിതത്തില് എന്താണ് സന്തോഷം നിറയ്ക്കുവാനും അതുപോലെ തന്നെ സങ്കടം വന്നാൽ എങ്ങനെ മാനേജ് ചെയ്യണം, നല്ല വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് പോയിന്റ്സ് ഒന്ന് ഇട്ടാൽ വളരെ നന്നായിരിക്കും. നന്നായിട്ട് എടുത്തു, നല്ല സന്തോഷത്തോടെ പുഞ്ചിരിയോടെ ക്ലാസ് എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു ട്രെയിനർ ഉണ്ട് ഉള്ളില്. ഓക്കെ, താങ്ക് യു. മെയിൻ പോയിന്റ്സ് ഒന്ന് ഗ്രൂപ്പിൽ ഇടണേ. താങ്ക് യു ഷില്ല മാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഷില്ല മാം. ദെൻ വേറെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഹലോ. ഓക്കെ, ജിസി മാം. ഹായ് ദിവ്യ മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു, നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ആദ്യം അവസാനവും സൂപ്പറായി. കാരണം ഇമോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. അതുപോലെ ഏറ്റവും അവസാനം സിന്ധുമാൻ പറഞ്ഞ പോലെ ഏറ്റവും അവസാനം നല്ല അടിപൊളിയായിരുന്നു, നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു.
Thank you. Thank you. Thank you. ഓക്കെ. സോ എല്ലാവരുടെയും വാല്യുബിൾ ആയിട്ടുള്ള നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. സോ ദിവ്യ മാം, അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ മാമിൻ്റെ പ്രസൻറ്റേഷൻ ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, മാം അത്രയും പ്ലസൻ്റ് ആയിട്ടാണ് സെഷൻ എടുത്തത്. പിന്നെ ഒരു സെഷൻ എടുക്കാൻ വേണ്ടി മാം ഒരുപാട് റെഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാമിൻ്റെ ഈ ഒരു സെഷനിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. സോ നല്ലൊരു സെഷനായിരുന്നു. ഇതുപോലത്തെ ഇനിയും സെഷൻസ് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ. ഇനി ഈ ടീം മെമ്പേഴ്സ് വേറെ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. സോ താങ്ക് യു സോ മച്ച് ദിവ്യ മാം. സോ ടീം മെമ്പേഴ്സ് താങ്ക് യു സോ മച്ച്. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. Thank you, Divya. Thank you all. Thank you, Divya ma'am. Thank you. Thank you very much. Thank you, dear. Thank you. Thank you. Bye. Thank you, ma'am.